ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം. 2 സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടതെന്തെന്നാൽ, അവൻ നദീതീരത്ത് നിന്നു. അപ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശു നദിയിൽ നിന്നു കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അവയുടെ പിന്നാലെ മെലിഞ്ഞും വിരൂപമായുമുള്ള വേറെ 7 പശു നദിയിൽ നിന്നു കയറി നദീതീരത്ത് മറ്റേ പശുക്കളുടെ അരികെ നിന്നു. മെലിഞ്ഞും വിരൂപമായുമുള്ള പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശുക്കളെ തിന്നുകളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു. അവൻ പിന്നെയും ഉറങ്ങി. രണ്ടാമതും ഒരു സ്വപ്നം കണ്ടു. പുഷ്ടിയുള്ളതും നല്ലതുമായ 7 കതിർ ഒരു തണ്ടിൽ നിന്ന് പൊങ്ങി വന്നു. അവയുടെ പിന്നാലെ നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന 7 കതിർ പൊങ്ങി വന്നു. നേർത്ത 7 കതിരുകൾ പുഷ്ടിയും മണിക്കരുത്തുമുള്ള 7 കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു, അത് സ്വപ്നം എന്നറിഞ്ഞു. പ്രാതകാലത്ത് അവൻ വ്യാകുലപ്പെട്ടു. മിസ്രയീമിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാം ആളയച്ചു വരുത്തി അവരോട് തൻ്റെ സ്വപ്നം പറഞ്ഞു. എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞത്, ഇന്ന് ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു. ഫറവോൻ അടിയങ്ങളോട് കോപിച്ചു. എന്നെയും അപ്പക്കാരുടെ പ്രമാണിയെയും അകമ്പടി നായകന്റെ വീട്ടിൽ തടവിലാക്കിയിരുന്നുവല്ലോ. അവിടെ വെച്ച് ഞാനും അവനും ഒരു രാത്രിയിൽ തന്നെ സ്വപ്നം കണ്ടു. വെവ്വേറെ അർത്ഥമുള്ള സ്വപ്നമായിരുന്നു ഓരോരുത്തൻ കണ്ടത്. അവിടെ അകമ്പടി നായകന്റെ ദാസനായ ഒരു എബ്രായി യൗവനക്കാരൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവനോട് അറിയിച്ചാറേ അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു. ഓരോരുത്തന് താൻ്റെ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു തന്നു. അവൻ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എന്നെ വീണ്ടും സ്ഥാനത്ത് ആക്കുകയും മറ്റവനെ തൂക്കിക്കളയുകയും ചെയ്തുവല്ലോ. ഉടനെ ഫറവോൻ ആളയച്ചു യോസേഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ചു. വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. ഫറവോൻ യോസേഫിനോട്, ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല. എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോസേഫ് ഫറവോനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട് പറഞ്ഞത്, എൻ്റെ സ്വപ്നത്തിൽ ഞാൻ നദീതീരത്തു നിന്നു. അപ്പോൾ മാംസപുഷ്ടിയും രൂപഗുണവുമുള്ള 7 പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അവയുടെ പിന്നാലെ ക്ഷീണിച്ചും മെലിഞ്ഞും എത്രയും വിരൂപമായുമുള്ള വേറെ 7 പശു കയറി വന്നു. അത്ര വിരൂപമായവയെ ഞാൻ മിസ്രയീം ദേശത്ത് എങ്ങും കണ്ടിട്ടില്ല. എന്നാൽ മെലിഞ്ഞും വിരൂപമായുമുള്ള പശുക്കൾ പുഷ്ടിയുള്ള മുമ്പിലത്തെ 7 പശുക്കളെ തിന്നുകളഞ്ഞു. ഇവ അവയുടെ വയറ്റിൽ ചെന്നിട്ടും വയറ്റിൽ ചെന്നു എന്ന് അറിവാനില്ലായിരുന്നു. അവ മുമ്പിലത്തെ പോലെ തന്നെ വിരൂപമുള്ളവ ആയിരുന്നു. അപ്പോൾ ഞാൻ ഉണർന്നു. പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത്, നിറഞ്ഞതും നല്ലതുമായ 7 കതിർ ഒരു തണ്ടിൽ പൊങ്ങി വന്നു. അവയുടെ പിന്നാലെ ഉണങ്ങിയും നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന 7 കതിർ പൊങ്ങി വന്നു. നേർത്ത കതിരുകൾ 7 നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഇത് ഞാൻ മന്ത്രവാദികളോട് പറഞ്ഞു, എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ യോസേഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോന്റെ സ്വപ്നം ഒന്നു തന്നെ. താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 നല്ല പശു 7 സംവത്സരം, നല്ല കതിരും 7 സംവത്സരം, സ്വപ്നം ഒന്നു തന്നെ. അവയുടെ പിന്നാലെ കയറി വന്ന മെലിഞ്ഞും വിരൂപമായുമുള്ള 7 പശുവും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞ് പതിരായുള്ള 7 കതിരും 7 സംവത്സരം. അവ ക്ഷാമമുള്ള 7 സംവത്സരമാകുന്നു. ദൈവം ചെയ്യുവാൻ ഭാവിക്കുന്നത് ഫറവോന് കാണിച്ചു തന്നിരിക്കുന്നു. അതാകുന്നു ഞാൻ ഫറവോനോട് പറഞ്ഞത്. മിസ്രയീം ദേശത്തൊക്കെയും ബഹു സുഭിക്ഷമായ 7 സംവത്സരം വരും. അത് കഴിഞ്ഞിട്ട് ക്ഷാമമുള്ള 7 സംവത്സരം വരും. അപ്പോൾ മിസ്രയീം ദേശത്ത് ആ സുഭിക്ഷതയൊക്കെയും മറന്നിരിക്കും. ക്ഷാമത്താൽ ദേശമൊക്കെയും ക്ഷയിച്ചു പോകും.
പിൻവരുന്ന ക്ഷാമം അതികഠിനമായിരിക്കയാൽ ദേശത്തുണ്ടായിരുന്ന സുഭിക്ഷത അറിയാതെയായി പോകും. ഫറവോന് സ്വപ്നം 2 വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന് മുമ്പാകെ സ്ഥിരമായിരിക്കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്താനിരിക്കൊണ്ടും ആകുന്നു. ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തിന് മേലാധികാരി ആക്കി വയ്ക്കണം. അതുകൂടാതെ ഫറവോൻ ദേശത്തിന്മേൽ വിചാരകന്മാരെ ആക്കി സുഭിക്ഷതയുള്ള 7 സംവത്സരത്തിൽ മിസ്രയീം ദേശത്തിലെ വിളവിൽ 5-1 വാങ്ങണം. ഈ വരുന്ന നല്ല സംവത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ ഫറവോന്റെ അധീനത്തിൽ ധാന്യം സൂക്ഷിച്ചു വെക്കണം. ആ ധാന്യം മിസ്രയീം ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള 7 സംവത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായിട്ടിരിക്കണം. എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കുകയില്ല. ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല. നീ എൻ്റെ ഗൃഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ, മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിൻ്റെ കൈക്ക് ഇട്ടു. അവന് നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവന് കഴുത്തിൽ ഇട്ടു. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. പിന്നെ ഫറവോൻ യോസേഫിനോട്, ഞാൻ ഫറവോനാകുന്നു. നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്ത് എങ്ങും യാതൊരുത്തനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. ഫറവോൻ യോസേഫിന് സാപ്നത്ത് പനേഹ് എന്ന് പേരിട്ടു. ഓനിലെ പുരോഹിതനായ പോത്തിഫേറുടെ മകൾ ആസ്നത്തിനെ അവന് ഭാര്യയായി കൊടുത്തു. പിന്നെ യോസേഫ് മിസ്രയീം ദേശത്ത് സഞ്ചരിച്ചു. യോസേഫ് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. യോസേഫ് ഫറവോന്റെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ടു മിസ്രയീം ദേശത്ത് ഒക്കെയും സഞ്ചരിച്ചു. എന്നാൽ സുഭിക്ഷമായ 7 സംവത്സരവും ദേശം സമൃദ്ധിയായി വിളഞ്ഞു. മിസ്രയീം ദേശത്ത് സുഭിക്ഷത ഉണ്ടായ 7 സംവത്സരത്തിലെ ധാന്യമൊക്കെയും അവൻ ശേഖരിച്ചു, പട്ടണങ്ങളിൽ സൂക്ഷിച്ചു. ഓരോ പട്ടണത്തിൽ ചുറ്റുവട്ടത്തുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു. അങ്ങനെ യോസേഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു. അളപ്പാൻ കഴിവില്ലായകയാൽ അളവ് നിർത്തിക്കളഞ്ഞു. ക്ഷാമകാലം വരും മുമ്പേ യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫറുടെ മകൾ ആസ്നത്ത് പ്രസവിച്ചു. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ 2-ാമത്തവന് എഫ്രയീം എന്ന് പേരിട്ടു. മിസ്രയീം ദേശത്തുണ്ടായ സുഭിക്ഷതയുടെ 7 സംവത്സരം കഴിഞ്ഞപ്പോൾ യോസേഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള 7 സംവത്സരം തുടങ്ങി. സകല ദേശങ്ങളിലും ക്ഷാമമുണ്ടായി. എന്നാൽ മിസ്രയീം ദേശത്ത് എല്ലായിടവും ആഹാരം ഉണ്ടായിരുന്നു. പിന്നെ മിസ്രയീം ദേശത്ത് എല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. ഫറവോൻ മിസ്രയീമ്യരോടൊക്കെയും, നിങ്ങൾ യോസേഫിന്റെ അടുക്കൽ ചെല്ലുവിൻ, അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. യോസേഫ് പാണ്ഡികശാലകളിലൊക്കെയും തുറന്നു മിസ്രയീമ്യർക്ക് ധാന്യം വിറ്റു. ക്ഷാമം മിസ്രയീം ദേശത്തും കഠിനമായി തീർന്നു. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രയീമിൽ യോസേഫിന്റെ അടുക്കൽ വന്നു. സങ്കീർത്തനങ്ങൾ 26. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. നിന്റെ ദയ എൻ്റെ കണ്ണിൻ മുമ്പിൽ ഇരിക്കുന്നു.
നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. വ്യർത്ഥന്മാരോട് കൂടെ ഞാൻ ഇരുന്നിട്ടില്ല, കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു, ദുഷ്ടന്മാരോട് കൂടെ ഞാൻ ഇരിക്കുകയുമില്ല. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവർത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. യഹോവേ, നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. പാമ്പുകളോട് കൂടെ എൻ്റെ പ്രാണനെയും രക്തപാതകന്മാരോട് കൂടെ എൻ്റെ ജീവനെയും സംഹരിച്ചു കളയരുതേ. അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട്, അവരുടെ വലങ്കൈ കോഴ നിറഞ്ഞിരിക്കുന്നു. ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും. എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ. എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു, സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം. അനന്തരം അവർ യെരൂശലേമിനോട് സമീപിച്ചു. ഒലിവ് മലയരികെ ബേത്ഫഗയിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു. ശിഷ്യന്മാർ പുറപ്പെട്ടു യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. അവൻ കയറി ഇരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുമ്മും പിന്നും നടന്ന പുരുഷാരം, ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്നാർത്തുകൊണ്ടിരുന്നു. അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി. ഇവൻ ആർ എന്ന് പറഞ്ഞു. ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു. യേശു ദൈവാലയത്തിൽ ചെന്നു. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരെ സൗഖ്യമാക്കി. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന് ഹോശന്ന എന്ന് ദൈവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു. ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു. യേശു അവരോട്, ഉവ്വ്, ശിശുക്കളുടെയും മുര കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. പിന്നെ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു ബഥാനിയിൽ ചെന്നു അവിടെ രാത്രി പാർത്തു. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്കെ ചെന്നു അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ, ഇനി നിന്നിൽ നിന്ന് ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടാറേ, അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്നു മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുത്തരം പറഞ്ഞു. അവൻ ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു. നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആർ എന്ന് ചോദിച്ചു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാനും നിങ്ങളോടൊരു വാക്ക് ചോദിക്കും. അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്തധികാരം കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയാം. യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ തമ്മിൽ ആലോചിച്ചു.
സ്വർഗത്തിൽ നിന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ നമ്മോട് ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ, നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു, എല്ലാവരും യോഹന്നാനെ പ്രവാചകനെന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നുത്തരം പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, എന്നാൽ ഞാനിത് എന്തധികാരം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല. എങ്കിലും നിങ്ങൾക്കെന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവൻ്റെ അടുക്കൽ ചെന്നു, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ പോയി. 2ാമത്തവൻ്റെ അടുക്കൽ അവൻ ചെന്നു, അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആരാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല. മറ്റൊരു ഉപമ കേൾപ്പിൻ. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേലി കെട്ടി, അതിൽ ചക്കു കുഴിച്ചിട്ടു, ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ചു, ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പിലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ, എൻ്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവിൻ, നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ചു തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്തു ചെയ്യും? അവനാ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടമേൽപ്പിക്കും എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേൽ എങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു എന്നറിഞ്ഞു അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. എന്നാൽ പുരുഷാരം അവനെ പ്രവാചകൻ എന്ന് എണ്ണുക കൊണ്ട് അവരെ ഭയപ്പെട്ടു.